ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ജാർഖണ്ഡിലെ റാഞ്ചിയിൽ മഹാറാലി. അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും കസേരകൾ ഒഴിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാക്കൾ ഒത്തുകൂടിയത്. BJPക്കെതിരെ രൂക്ഷ വിമർശനം വേദിയിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നുയർന്നു. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക മാവോയിസത്തിന് വിത്ത് വിതയ്ക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം ഉയർത്തിയാണ് ഇന്ത്യ മുന്നണി റാഞ്ചിയിൽ റാലി സംഘടിപ്പിച്ചത്. ED അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും വേണ്ടി വേദിയിൽ കസേരകൾ ഒഴിച്ചിട്ടു. ഇരുവരുടെയും ഭാര്യമാരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ഉന്നയിച്ച് ഹേമന്ത് സോറൻ ജയിലിൽ നിന്ന് അയച്ച സന്ദേശം ഭാര്യ കൽപ്പന സോറൻ വായിച്ചു. कोई बात नहीं, मुझे आज जेल में रहते हुए भी खुशी हो रही है कि जिस लोकतंत्र की रक्षा और हक अधिकार की लड़ाई को हम लड़ रहे हैं. ജയിലിൽ കെജ്രിവാളിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സുനിത കെജ്രിവാൾ ആരോപിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 102 മണ്ഡലങ്ങളിൽ 80-ലധികം സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മോദി സർക്കാരിനെ സന്തോഷത്തോടെ മടക്കി അയക്കാൻ തയ്യാറെടുക്കൂ എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആഹ്വാനം ചെയ്തു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ റാലിയിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി എത്തിയില്ല. കേരളത്തിലായതിനാൽ റാലിയിൽ പങ്കെടുക്കാനാകില്ലെന്നറിയിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൽപ്പന സോറിന് കത്തയച്ചിരുന്നു. ജാർഖണ്ഡിലെ ഒരു സീറ്റിൽ CPIM സഖ്യമില്ലാതെയാണ് മത്സരിക്കുന്നത്. രാജസ്ഥാനിലെ പ്രചാരണ റാലികളിൽ നരേന്ദ്രമോദി കോൺഗ്രസിനെയും രാഹുലിനെയും കടന്നാക്രമിച്ചു. आज वो 300 सीट पे चुनाव नहीं लड़ पा रहे हैं. आज कांग्रेस की हालत ये है को उम्मीदवार नहीं मिल रहे हैं. इन्होंने अवसरवादी इंडी अलायंस बना लिया है. उसकी पतंग उड़ने से पहले ही कट गई है. പണ്ട് 400-ലേറെ സീറ്റ് നേടിയ കോൺഗ്രസിന് ഇന്ന് 300 സീറ്റിൽ മത്സരിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് നരേന്ദ്രമോദിയുടെ പരിഹാസം. 24 ഡൽഹി.